ഹലോ ന്യൂഡ്സ് പിങ്ക്സ് ബ്രൗൺസ് എല്ലാം വിട്ടിട്ട് അടിപൊളി കുറച്ച് ബോൾഡ് ലിപ് കളേഴ്സ് നമുക്കിന്ന് കാണാം. മാക് കോസ്മെറ്റിക്സിന്റെ ലോക്ഡ് കിസ് ലിക്വിഡ് ലിപ്സ്റ്റിക് ഇൻ ദ ഷെയ്ഡ് ഗോസിപ്പ് ഒരു പിങ്കി റെഡ് ഷെയ്ഡാണ്. ഒരു ബ്രൈറ്റ് റെഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒക്കേഷണൽ വെയറിന് പറ്റിയൊരു ലിപ്സ്റ്റിക് ആണ്. മാത്രമല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, വളരെ കംഫർട്ടബിൾ ആണ്, ഈസി ആയിട്ട് ഗ്ലൈഡ് ഓൺ ചെയ്യും, ഒട്ടും തന്നെ ഡ്രൈയിങ് അല്ല. മാത്രമല്ല ഇത് ട്രാൻസ്ഫർ പ്രൂഫ് കൂടെയാണ്. ഇത്ര രൂപ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു റേഞ്ച് ആണ്. സെഫോറ ലിപ് ക്രീം സ്റ്റെയിൻ 87 ഷെയ്ഡ് നമ്പർ വെരി വിൻറ്റേജ് എന്ന് പറയുന്ന ഷെയ്ഡ് ഒരു ഗ്രേഷ് പേർപ്പിൾ ഷെയ്ഡാണ്. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്, ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, അതേപോലെ വളരെ വളരെ കംഫർട്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക് കോസ്മെറ്റിക്സിന്റെ ആ ഒരു റേഞ്ച് പറ്റില്ലെങ്കിൽ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. മാക് കോസ്മെറ്റിക്സിന്റെ അത്രയും പ്രൈസി അല്ല, പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് തന്നെയാണ് ഇതും. സ്വിസ് ബ്യൂട്ടിയുടെ HD മാറ്റ് ലിപ്സ്റ്റിക്കിൽ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ഇതൊരു പീച്ച് ഷെയ്ഡാണ്. ഇത് എല്ലാവർക്കും ബോൾഡ് ആവണമെന്ന് ഇല്ല, പക്ഷേ എനിക്ക് ഇതൊരു ബോൾഡ് ഷെയ്ഡ് തന്നെയാണ്. പീച്ച് ഡേ എന്നാണ് ഈ ഒരു ഷെയ്ഡിന്റെ പേര്. ഇതും അത്യാവശ്യം ഡെയിലി വെയറിന് പറ്റിയ ഒരു ഷെയ്ഡ് ആണെങ്കിലും ഞാൻ ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഡെയിലി വെയറിന് ഇടാറില്ല. അതുകൊണ്ട് എനിക്കിതൊരു ബോൾഡ് ഷെയ്ഡാണ്, വളരെ കംഫർട്ടബിൾ ആണ്. സെയിം റേഞ്ചിലെ തന്നെ കോഫി എന്ന് പറയുന്ന ഷെയ്ഡ് ഒരു യെല്ലോയിഷ് ബ്രൗൺ ഷെയ്ഡാണ്. ഇത് ശരിക്കും ഒരു ബോൾഡ് ഷെയ്ഡാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ക്രൗഡിൽ നിൽക്കാൻ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് ട്രൈ ചെയ്യാവുന്നതാണ്. ഒക്കേഷണൽ വെയറിന് പറ്റിയ ഒരു ലിപ്സ്റ്റിക് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. സെയിം റേഞ്ചിലെ തന്നെ പോപ്പ് റെഡ് എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ് ഒരു ഓറഞ്ചി റെഡ് ഷെയ്ഡാണ്. ഓറഞ്ച് ലിപ്സ്റ്റിക് ഇഷ്ടപ്പെടുന്നവർക്ക്, എങ്കിൽ ഇടാൻ കുറച്ച് മടിയുള്ളവർക്ക് ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് ട്രൈ ചെയ്യാം. ഈ ഒരു റേഞ്ച് വളരെ അഫോർഡബിൾ ആയതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള ഷെയ്ഡ്സ് നിങ്ങൾക്ക് ഈ റേഞ്ചിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ബോബി ബ്രൗൺ ലക്സ് മാറ്റ് ലിപ്സ്റ്റിക് ഇൻ ദ ഷെയ്ഡ് റെഡ് കാർപ്പറ്റ്. ഇത് റൂബി വൂ എന്ന് പറയുന്ന ലിപ്സ്റ്റിക്കിന് സെയിം ഷെയ്ഡാണ്. ഒരു ക്രിസ്മസി റെഡ് ഷെയ്ഡാണ്. വളരെ കംഫർട്ടബിൾ ആണ്, വളരെ ക്രീമി ആൻഡ് ഈസി ആയിട്ട് ഗ്ലൈഡ് ഓൺ ചെയ്യും. പക്ഷേ ഇത് ഒട്ടും തന്നെ ട്രാൻസ്ഫർ പ്രൂഫ് അല്ല. മാറ്റ് ഫിനിഷ് ആണ് ഈ ലിപ്സ്റ്റിക്കിന്. പക്ഷേ ഇത് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഇതിന്റെ ഡ്യൂപ്സ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. റെവ്ലോൺ കളർ സ്റ്റേ റേഞ്ചിലെ ഒരു ലിപ് ക്രയോൺ ആണ്. സ്കൈ ഹൈ എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ് ഒരു ബാങ് ഓൺ പേർപ്പിൾ ഷെയ്ഡാണ്. ഇത് ഏത് സ്കിൻ ടോണിനും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പേർപ്പിൾ ആണ്. ഒരു പ്രോപ്പർ പർപ്പിൾ എന്ന് തന്നെ പറയാം. ഇതും വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ്, കംഫർട്ടബിൾ ആണ്, ഒട്ടും തന്നെ ഡ്രൈയിങ് അല്ല, അതേപോലെ ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. ഇൻ പേഴ്സൺ കാണുമ്പോൾ ഇത് ഒരുപാട് ബോൾഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ക്യാമറയിൽ ഇത് നല്ലൊരു ബോൾഡ് ഷെയ്ഡാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് മാക് പെർമനന്റ് കളക്ഷനിലെ ഒരു മാറ്റ് ലിപ്സ്റ്റിക് ആണ് സിൻ. ഇതൊരു ഡീപ്പ് ബർഗണ്ടി ബെറി ഷെയ്ഡാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, വളരെ കംഫർട്ടബിൾ ആണ്, പക്ഷേ ട്രാൻസ്ഫർ പ്രൂഫ് അല്ല. ഇത് പലർക്കും ഡെയിലി വെയർ ആയിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഷെയ്ഡാണ്. ഏത് സ്കിൻ ടോണും ചേരുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇത്രയായിരുന്നു എൻ്റെ ബോൾഡ് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.